السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ അജ്വദുന്നാസ് ക്യാമ്പയിനിൻ്റെ ചർച്ചാ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട ആലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളകപ്പെട്ടിരിക്കുന്ന ഈ സംവിധാനം, ഈ ചർച്ച, ഈ വിജ്ഞാന സമ്പാദനം നമുക്ക് ഇഹത്തിലും പരത്തിലും വലിയ ഉപകാരപ്പെടുന്ന അമലാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. കാലങ്ങളായി നമ്മൾ ചിന്തിക്കാതെ പോയതും പലപ്പോഴും പറഞ്ഞു പഴകിയതുമായ ഒരു തെറ്റിദ്ധാരണയെ പൂർണ്ണമായി തിരുത്തുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഏതാനും ദിവസമായി ഷെയ്ഖുന മുഹമ്മദ് സലീം ദാരിമി ചറള അവർകൾ നമ്മുടെ മുന്നിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വിജ്ഞാന മേഖലയിൽ നൽകുന്ന അതിമഹത്തായ ഒരു സേവനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ കാരുണ്യദൂതരായ, പ്രപഞ്ചത്തിലെ എന്തിനേക്കാളും ശ്രേഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രനായിരുന്നുവെന്നും ജീവിതത്തിൽ ക്ലേശങ്ങൾ മാത്രമേ അനുഭവിച്ചിരുന്നുവെന്നും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും മാത്രം കടന്നുപോയ ഒരു ജീവിതമായിരുന്നുവെന്നുമൊക്കെയാണ് പലപ്പോഴും നമ്മിൽ പലരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതവും എല്ലാത്തിൻ്റെയും മുകളിൽ ഉയർന്നു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിയുമായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഏതൊക്കെ മേഖലയിൽ ഉദ്ഘോഷിക്കപ്പെടേണ്ടതുണ്ടോ അവിടെയൊക്കെ ഏറ്റവും ഉയർന്ന ഗിരിശൃംഗങ്ങളിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അവിടുത്തെ മഹത്വത്തിനും അവിടുത്തെ പ്രാധാന്യത്തിനും അവിടുത്തെ ഔന്നത്യത്തിനും കുറവ് വരുന്ന തരത്തിലുള്ള ഒരു ചിന്തയും ഒരു പാഠങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അത്തരം ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പാടെ മാറ്റിമറിക്കുകയും യഥാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുവാചകരിൽ വലിയ മാറ്റങ്ങൾ, ഉൾക്കൊള്ളലുകൾ സാധ്യമായിരിക്കുന്നുവെന്നതിൻ്റെ നിദർശനമാണ്. ആദ്യ ക്ലാസ്സുകളിലൊക്കെ ഗ്രൂപ്പിൽ നിരന്തരമായ ചർച്ചകളും വാഗ്വാദങ്ങളുമൊക്കെ നടന്നിരുന്നു. ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ, ഒരുപാട് അങ്ങോട്ട് സഞ്ചരിച്ചപ്പോൾ ഏകദേശം എല്ലാവരുടെയും സംശയങ്ങളൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങുന്നു. യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഒരുപാട് കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന ഒരുപാട് സംഗതികളുണ്ട്. അത് നമ്മൾ ഇങ്ങനെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും കഥകളായി, സംസാരങ്ങളായി നമ്മൾ കേട്ടത് പറയുകയും ചെയ്യുന്നൊരു സ്വഭാവം നമുക്കൊക്കെയുണ്ട്. പലതിൻ്റെയും തെളിവുകളും ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അന്വേഷിച്ചു പോകുന്ന പതിവ് വളരെ കുറഞ്ഞ ആളുകൾക്കേ ഉണ്ടാകാറുള്ളൂ. കഥകളായി ചെറുപ്പം മുതലേ കേട്ടുവന്ന കാര്യങ്ങൾ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാരിദ്ര്യം എന്ന ഒരു വിശേഷണം, അല്ലെങ്കിൽ അങ്ങനെ കൽപ്പിച്ചിരുന്നത്. അത് കാലങ്ങളായി നമ്മൾ വഅദുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും അങ്ങനെ കേട്ടുവരികയും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണമോ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചിന്തയോ ഇല്ലാതെ അത് അടുത്ത തലമുറകളിലേക്ക് നമ്മിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു.
ചില ചിന്തകൾ, ചിന്തോദ്ദീപകമായ ചോദ്യങ്ങൾ, ചില അനുഭവങ്ങൾ ഒക്കെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നിടത്തുനിന്ന് അടുത്ത് നമുക്ക് പിഴക്കാൻ പാടില്ലെന്നുള്ള അങ്ങേയറ്റത്തെ നിർബന്ധിത ബുദ്ധി ഒക്കെ പലരെയും മാറ്റി ചിന്തിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ നടത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിൻ്റെ ക്ലാസ്സുകളിലൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു തരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതും അവിടുത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും അങ്ങനെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകൾ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ശിഷ്യന്മാരെന്ന നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ അത് പലപ്പോഴും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സംഗതി അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ചും മറ്റൊക്കെ പറയുമ്പോൾ ഒരു കുട്ടി തമാശയിൽ ചോദിച്ചു, അല്ലെങ്കിൽ കാര്യത്തിൽ തന്നെ ചോദിച്ചു, ഉസ്താദെ, ഒരാൾ വിവാഹം ചെയ്യണമെങ്കിൽ അയാൾ ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാനും മറ്റു സാഹചര്യങ്ങൾക്കുമൊക്കെ കരുത്തുള്ള ആളായിരിക്കണമെന്ന് നിർബന്ധമാണല്ലോ. അല്ലാതെ ഒന്നിനും കഴിയാത്ത ആൾ പെണ്ണ് കെട്ടി ആ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രനായിരുന്നുവെങ്കിൽ ഇത്ര തോനെ ഭാര്യമാരുള്ള, ഇത്ര തോനെ വലിയ കുടുംബമുള്ള, പ്രാരാബ്ദങ്ങളുള്ള ഒരു ആൾ വീണ്ടും വീണ്ടും പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുന്നത് ശരിയാണോ എന്ന അർത്ഥത്തിലൊരു ചോദ്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ചോദിച്ചത് ഓർക്കുകയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്ക് ചെലവിന് കൊടുത്തിരുന്ന ആ കാര്യങ്ങൾ പറയുന്ന ഹദീസ് പറഞ്ഞു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ പട്ടിണിക്കിട്ടിട്ടില്ലെന്നും ഒരു ഭർത്താവ് കൊടുക്കേണ്ട എല്ലാ കടമകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാർക്കും ചെയ്തു കൊടുത്തിരുന്നുവെന്നും അവർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീനും അതുപോലെ തന്നെ സ്വഹാബത്തും ഒക്കെ കിട്ടുന്നത് മുഴുവനും ആവശ്യക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവമുള്ളവരായതുകൊണ്ട് തന്നെ പലപ്പോഴും ധർമ്മം ചെയ്തിട്ട് സ്വതക്ക നൽകിയിട്ട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഒക്കെ അന്ന് പറഞ്ഞു കൊടുത്തത് ഉസ്താദിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ ഓർമ്മയിൽ അന്ന് പറഞ്ഞു കൊടുത്തത് ഓർത്തു പോവുകയാണ്. മറ്റൊരിക്കൽ ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എന്നതായിരുന്നു വിഷയം. ഒരു ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിനെ സമീപിച്ചിരുന്ന രൂപഭാവങ്ങളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രനെ ആയിരുന്നില്ല, സമ്പന്നനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ളത് മുഴുവൻ കൊടുത്ത് പട്ടിണി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് സാമൂഹികമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് സഹിച്ചിട്ടുണ്ടെന്നും കഷ്ടപ്പാടുകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും അത് ഏതൊരു മനുഷ്യൻ്റെയും സാഹചര്യമാണല്ലോ. അതൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോഴും ഓർക്കുകയാണ്. അവിടെ സദസ്സിലുണ്ടായിരുന്ന ഒരു അത്യാവശ്യം സമ്പന്നനായ ഒരു വ്യക്തി ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്നെ പ്രത്യേകം കണ്ട് ആശ്ലേഷിക്കുകയും വലിയ ജീവിതത്തിൽ ഇത് ഒരു പുതിയ അനുഭവമാണെന്നും നമ്മളൊക്കെ പലപ്പോഴും മനസ്സിലാക്കിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രനാണെന്നും ഒക്കെയാണ്. ഞാനൊരു സമ്പന്നനായതുകൊണ്ട് തന്നെ മാനസികമായി വിഷമിക്കുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രനായിരുന്നു, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു എന്നൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗങ്ങളും അവിടുത്തെ കിടപ്രായെക്കുറിച്ചും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും അവിടുത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചുമൊക്കെ ആയിരുന്നു എല്ലാവരും പറയൽ. നിങ്ങൾ ഒരു വ്യതിരിക്തമായ ശൈലിയിൽ നിങ്ങളത് പറഞ്ഞത് വലിയ സന്തോഷമായി. എൻ്റെ ഒരുപാട് ചിന്തകളും എൻ്റെ ചിന്താഭാരങ്ങളും എൻ്റെ അപകർഷതാബോധവുമൊക്കെ മാറാനത് കാരണമായി എന്ന് പറഞ്ഞത് സാന്ദർഭികമായി ഞാൻ ഓർത്തെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ദാരിദ്ര്യത്തിലായിരുന്നുവെന്നും പ്രയാസത്തിലായിരുന്നുവെന്നും പട്ടിണിയിലായിരുന്നുവെന്നും ഒക്കെ പറയാൻ, അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും സാധാരണ പറയുന്ന ആ സംഭവമാണ് ഈ ക്ലാസ്സിലൂടെ ഉസ്താദ് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശിയത്. നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും
വിശന്ന് ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് കടന്നുപോയതും അവിടുന്ന് ആഹാരം കഴിച്ച് മടങ്ങിപ്പോരുന്നതുമായ ആ സംഭവം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടുകളിൽ, ഭാര്യമാരുടെ ഭവനങ്ങളിൽ പലപ്പോഴും തീ പുകഞ്ഞിരുന്നില്ലെന്നും അവർ പലപ്പോഴും അന്നം തുടർച്ചയായി കഴിച്ചിരുന്നില്ലെന്നും എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹദീസുകൾ, അതിൻ്റെ അദില്ലത്തുകളും പിന്നെ അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളുമൊക്കെ വളരെ സുന്ദരമായി ഉസ്താദ് ഈ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നത് പലപ്പോഴും ചില പ്രയാസങ്ങൾ സ്വാഭാവികമായും, എത്ര കോടിക്കണക്കിന് രൂപയുള്ള ആളുകളും ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരാറുണ്ട്. ഉപരോധങ്ങൾ ഉണ്ടാകുമ്പോൾ, യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ക്ഷാമമുണ്ടാകുമ്പോൾ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ, അതുപോലെ ചില സമയത്ത് വിഭവങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടുന്ന സമയമുണ്ട്. ആസ്തിയുണ്ടെങ്കിലും വിഭവങ്ങളില്ലാത്ത സാഹചര്യം വരാറുണ്ട്. കയ്യിലുള്ളത് കൊടുത്തു തീർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ആ സാഹചര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടും പ്രയാസവും ആരെയും അറിയിക്കാതെ അതിനെ തരണം ചെയ്യുകയും അത് പിന്നീട് നീങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു രംഗം, അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വ്യാഖ്യാനം തന്നെ, അതിൻ്റെ യഥാർത്ഥത്തിലേക്കുള്ള സാഹചര്യം തന്നെ ഉസ്താദ് നമ്മുടെ മുമ്പിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. നമ്മുടെ ഈ അജ്വദുന്നാസ് ക്യാമ്പയിൻ മുന്നോട്ട് പോകുമ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ 11 എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നമുക്ക് പൂർണ്ണമായ ബോധ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും അവിടുത്തെ സാമ്പത്തിക ക്രയവിക്രയങ്ങളും സാമ്പത്തിക മേഖലയിലെ ഇടപെടലുകളുമൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൻ്റെ എല്ലാമെല്ലാമായ അവസാന കാലത്ത് ലോകം എത്രമേൽ ഉന്നതി പ്രാപിച്ചാലും സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി, ശാസ്ത്രീയമായി, സാങ്കേതികപരമായി എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായി മനുഷ്യൻ എവിടെയെല്ലാം എത്തിപ്പെട്ടാലും ലോകത്ത് അവസാനം ജനിക്കുന്ന മനുഷ്യന് വരെയുള്ള സമ്പൂർണമായ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തും അത്യുന്നതമായ മാതൃകയാണ്. ലോകത്ത് ആഘോഷിക്കപ്പെടേണ്ട, ലോകത്ത് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും അവൻ്റെ ദുഃഖങ്ങൾക്കും വേട്ടയാടുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾക്കും മനുഷ്യന് ഉത്തരം നൽകേണ്ട ഏറ്റവും വലിയ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്നതിൻ്റെ പരിപൂർണമായ രൂപം കാണിച്ചു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും നമുക്ക് അത്യുന്നതമായ മാതൃക സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. ഒരു രാജാവ് എങ്ങനെയാവണമെന്ന്, ഒരു സൈന്യാധിപൻ എങ്ങനെയാവണമെന്ന്, ഒരു കുടുംബനാഥൻ എങ്ങനെയാവണമെന്ന്, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാവണമെന്ന്, ഒരു സാമ്പത്തിക വിദഗ്ധൻ എങ്ങനെയാവണമെന്ന്, എല്ലാ മേഖലയിലും ഏതൊക്കെ മേഖലയിൽ മനുഷ്യന് കൈവയ്ക്കേണ്ടി വരുമോ ആ മേഖലയിലൊക്കെ സമ്പൂർണമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത്യുന്നതമായ സാമ്പത്തിക നേട്ടങ്ങളുടെ സമയത്തും, അതുപോലെ തന്നെ സാമ്പത്തികമായി കയ്യിൽ ഒരുപാട് സമ്പത്തും സ്ഥാപന ജംഗമ വസ്തുക്കളും ഉണ്ടായിരിക്കെ തന്നെ പട്ടിണിയുടെയും പ്രയാസത്തിൻ്റെയും ഭയപ്പാടുകളുടെയും യുദ്ധങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഉപരോധങ്ങളുടെയും ഇടയിലൊക്കെ ഒരു മനുഷ്യൻ ആ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും എങ്ങനെയാണ് നേരിടേണ്ടുന്നതിനും അത്യുന്നതമായ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക നമുക്ക് ബോധ്യപ്പെടുത്തുന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ രംഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഓരോന്നിലും പാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ ഓരോ മാർഗത്തിലും, ഓരോ വഴിത്താരയിലും, അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും ലോകാവസാനം വരെ വരുന്ന മനുഷ്യർക്ക് ഒരുപാട് പാഠങ്ങളും ഒരുപാട് മാതൃകകളുമുണ്ട്. അത്തരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതിൽ കൂടുതൽ ചിന്തിക്കാതെ, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാതെ, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാതെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടിയ ദാരിദ്ര്യം പ്രയാസമുണ്ടായിരുന്നുവെന്ന് അങ്ങനെ ഒരു നരേഷൻ, അങ്ങനെ ഒരു പാടിപ്പറച്ചിൽ ഇങ്ങനെ വന്നു പോയതാണ്. പലപ്പോഴും നമ്മൾ ഈ കാലങ്ങളായി കേട്ടുവരുന്ന പല കഥകളും നമ്മോട് പലരും
അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ കഴിയുക. ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കൽ പ്രസംഗിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിലെ മദ്രസയിലെ ഉസ്താദുമാരുടെ നാവിൽ നിന്ന് പോലും കേൾക്കുന്ന സംഭവമാണല്ലോ, അന്ന് മുതലേ കേട്ടതാണ്, മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അപ്പോൾ ആ ചരിത്രം ചെറുപ്പം മുതലേ കേട്ട ഓർമ്മയിൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ലുകൾ ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് പൊട്ടിയെന്ന് കേട്ടിട്ട് തൻ്റെ പല്ലുകൾ അടിച്ചു കൊഴിച്ചു എന്ന് പറയുന്ന ആ ഭാഗം കഥയായി ഇങ്ങനെ പറഞ്ഞു കേട്ട് ആ തഴമ്പിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരാൾ സദസ്സിൽ നിന്ന് അന്ന് വേദിയിലുണ്ടായിരുന്ന ഒരു വലിയ ആലിമായ മനുഷ്യൻ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ കഥ, ആ ചരിത്രം, ആ ഖിസ്സ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാനത് കണ്ടിട്ട് പറഞ്ഞതല്ല, പലപ്പോഴും നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വന്നതനുസരിച്ച് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു മനുഷ്യൻ അവൻ്റെ പല്ലൊക്കെ ഇരുമ്പ് കൊണ്ട് തല്ലിക്കൊഴിക്കാൻ പാടുണ്ടോ? എന്തായിരിക്കും അതിൻ്റെ ഹുക്മ്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മഹാനവറുകൾ അത്യുന്നതമായ ദർജയുള്ള മനുഷ്യനല്ലേ, അങ്ങനെ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവസാനം ഉപദേശം തന്നു, നിങ്ങൾ കണ്ട് ഉറപ്പുവരുത്തിയതല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയാൻ പാടില്ല. അതൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ കിട്ടുന്ന അനുഭവങ്ങളാണ്. പലപ്പോഴും അതേപോലെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ തത്തുല്യമായ വാക്കുകൾ നമ്മൾ ഉസ്താദിലൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്ത് കഥ പറയുകയാണെങ്കിലും, എന്ത് കോട്ടുകൾ ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിലും ഒക്കെ പരമാവധി അത് നോക്കി കണ്ടെത്തി അതെവിടെയാണ് എങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് തന്നെ പറയണമെന്നുള്ളത് പലപ്പോഴും അത് ഉസ്താദിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. പിന്നെ അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരാറുള്ളത്, നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയും നമ്മെ പഠിപ്പിക്കാറും ചെയ്യാറുള്ളത്. അപ്പോൾ അതൊരു ജീവിതത്തിൻ്റെ വ്രതമായി സ്വീകരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ചിന്തിക്കാതെ അല്ലെങ്കിൽ കേട്ടുവന്ന കഥകൾ പലപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ധാരണ, ഒരു തെറ്റിദ്ധാരണ കാലങ്ങളായി നിലനിന്ന് പോരുന്നത്. അല്ലെങ്കിൽ ചിന്തിക്കാത്തതിൻ്റെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ചിന്തിക്കാത്തതിൻ്റെ കുറവാണ്. പിന്നെ ആ ഒരു മോശക്കാരായതുകൊണ്ടൊന്നുമല്ല, അതിൽ എന്താണ് ഇത്ര കാര്യം എന്ന് ചിന്തിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഏതാണെങ്കിലും അങ്ങനെയുള്ള ചിന്തകൾക്കൊക്കെ ഒരു മാറ്റം വരാൻ ഈ അജ്വദുന്നാസ് ക്യാമ്പയിൻ ഒരു കാരണമാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. നമ്മുടെ ജീവൻ്റെ ജീവനായ, കരളിൻ്റെ കഷ്ണമായ, നമ്മുടെ എല്ലാമെല്ലാമായ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉയർത്തിയ, അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ പടപ്പായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതും അതുപോലെ മനസ്സിലാക്കാതെ പോയതുമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ നീക്കാൻ കഴിയുന്ന ഒരു വലിയ ജിഹാദിനാണ് ഉസ്താദ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ അന്ത്യം ശുഭപര്യവസായിയായിരിക്കും. ഒരുപാട് ആളുകൾക്ക് നന്മയിലേക്ക് മെഴി തുറക്കാൻ, അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തിലേക്ക് ചിന്തകൾ ഉണരാൻ, നമ്മൾ കേട്ട് തഴമ്പിച്ചു പോയ പല ചിന്തകളും ശരിയായിരുന്നില്ലെന്നും, അല്ലെങ്കിൽ നമ്മൾ ചിന്തയുടെ കുറവ് കൊണ്ടാണ്, അന്വേഷണങ്ങളുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതെന്നും നമുക്ക് ബോധ്യപ്പെടാൻ ഇൻഷാ അള്ളാഹ് ഈ വലിയ പരിശ്രമം അത് കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നടത്തപ്പെടുന്ന വലിയ പഠനങ്ങളിൽ ആഴമേറിയ ഒരു പഠനമായി ഇത് എക്കാലത്തും ഈ ലോകത്തിന് പ്രകാശം പരത്തി ഇത് നിലകൊള്ളും. അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കരങ്ങൾക്ക്, ഉസ്താദിൻ്റെ വാക്കുകൾക്ക്, ഉസ്താദിൻ്റെ ചിന്തകൾക്ക്, ഉസ്താദിൻ്റെ പഠനങ്ങൾക്ക് അള്ളാഹു കരുത്ത് നൽകട്ടെ. എല്ലാ നന്മകളിലേക്കും നമ്മളൊക്കെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ പ്രവർത്തനങ്ങളുടെ കാരണമായി ഹബീബിൻ്റെ, വിശുദ്ധ ഹബീബിൻ്റെ ശഫാഅത്ത് ഉസ്താദിനും നമുക്കുമൊക്കെ, നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.